പഴംപൊരി ഉണ്ടാക്കാൻ മൈദ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിളക്കി വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നു മൈദമാവ്. കുറച്ച് വെള്ളം അരിച്ച് കഴുകിയരിച്ച് ഇതിനകത്തേക്ക് ഇട്ടു. ഇളക്കി പഴം മുറിച്ച് മുക്കി പൊരിക്കാം. മാവ് റെഡി. With 2 banana pieces. Altogether 12 pieces, 3 bananas cut into 4, 12 pieces. Last 2 pieces. Banana fry, പഴംപൊളി, പഴം പൊരിച്ചത്. രണ്ട് വരിക ചക്കപ്പഴം വെട്ടി ഇതിൻ്റെ ചകിണിയും കുരു കളഞ്ഞിട്ട് വെട്ടി പെറുക്കിയെടുക്കാം. 2 ചക്കപ്പഴം വെട്ടിയിട്ട് ചക്കച്ചോളത്തിൽ കിട്ടി ഇതിൽ കുറച്ചെടുത്ത് ചക്കയുടെ ഉണ്ടാക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് പുഴുങ്ങാൻ വെക്കും. ഇത് ചക്കയുടെ ഉണ്ടാക്കാൻ, ഇത് ചക്കപ്പഴമായിട്ട് കഴിക്കാണ്. ചക്കയുടെ കുമ്പിളപ്പം ഉണ്ടാക്കാൻ ഇത് ചക്കപ്പഴമായിട്ട് കഴിക്കാം. ഈ കുക്കറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ഈ ചക്കപ്പഴം എടുത്തതിനകത്തിട്ട് വേവിക്കുന്നു. കുക്കർ അടച്ചു വെച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നു. കുക്കർ 2 വിസിലടിച്ച് തീ കെടുത്തിയിട്ട് ചൂടാറുമ്പോൾ തുറക്കാം. ചക്കപ്പഴം പുഴുങ്ങിയത് മിക്സിയിലിട്ടെന്നാണ് അടിച്ചെടുക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് പകർത്തുന്നു. ഒരു ശർക്കര ഒരുക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഏലക്ക, കുറച്ച് ജീരകം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇടുന്നു. കുറച്ചുള്ളതുകൊണ്ട് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കുന്നു. 1 സ്പൂൺ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നു. ശർക്കര ഉരുകി കഴിഞ്ഞു ഒത്തിക്കെടുത്ത് ഏലക്കയും ജീരകവും കുറച്ച് പഞ്ചസാരയിട്ട് അടിച്ചെടുത്ത് ചക്കപ്പഴത്തിലേക്ക് ഇടുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് റവ ചേർക്കുന്നു. ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുന്നു. റവ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർക്കുന്നു. മൂന്ന് ഗ്ലാസ് ചേർത്ത് ഇനി ശർക്കര ചേർക്കാനുണ്ട്. ഇപ്പം എന്തായാലും നല്ല വെള്ളമുണ്ട്. റവ
കുതിർന്ന് വെള്ളം വലിച്ചെടുക്കുക. അബ്സോർവ് വാട്ടർ. ശർക്കര പാനിയാക്കി ചേർക്കും. ശർക്കര ചേർക്കും. ചക്കപ്പഴത്തിന് കുറച്ച് മധുരമുണ്ട്, അതുകൊണ്ട് കുറച്ച് മധുരം ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. മൂന്ന് ഗ്ലാസ് അരിപ്പൊടി റവ ചേർത്ത് ഇതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ചേർക്കുന്നു. മിക്സർ ഓഫ് 1 ഗ്ലാസ് അരിപ്പൊടി കൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നു. ഇനി അതിലേക്ക് ചേർക്കുന്നത് തേങ്ങ. തേങ്ങ ചിരണ്ടിയിടുക, അല്ലെങ്കിൽ കൊത്തായിട്ട് തേങ്ങ കൊത്ത് നെയ്യിൽ വാർത്തിടാം. പൊടിയൊക്കെ കുഴച്ച് വെച്ചു. ഇതിലേക്ക് തേങ്ങ ചിരണ്ടിയിടാം. ഇതുപോലെ തേങ്ങ ചിരണ്ടി അട ഉണ്ടാക്കാനുള്ള മാവിലേക്ക് ഇടുന്നു. തേങ്ങ കൊത്തായിട്ടെടുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് മാവിലിടാം. കുറച്ച് നെയ്യ് ഉരുക്കാൻ വെച്ച് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ മൂത്ത് ഇത് അടയ്ക്കുള്ള മാവിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. തേങ്ങ വറുത്ത് തേങ്ങ രണ്ട് വെക്കും. കുമ്പിൾ, ചക്കട, പൂച്ച പൊഴിയൊക്കെ ഉണ്ടാക്കാനുള്ള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒക്കെ ഉണ്ടാക്കാൻ മാവ് റെഡിയാക്കി വെച്ച് പിന്നെ ഇലയിലേക്ക് കോരിയിട്ട് കുമ്പിളാകൃതിയിലുണ്ടാക്കി ഉണ്ടാക്കി. കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് ഇടനയില വരച്ച് വെച്ചു. ഇടനേലയിൽ പുഴുങ്ങിയ ചക്കട, ഇടനേല കുമ്പിളപ്പം റെഡി. വൻപയർ മെഴുക്കൂട്ടി വെക്കാൻ വെള്ളത്തിട്ട് കുതിർത്തിട്ട് ഉപ്പ് കുറച്ച്, മഞ്ഞൾ കുറച്ച്, ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് പുഴുങ്ങാൻ വെക്കുന്നു. കുറച്ച് സബോള, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ വഴറ്റുന്നു. പയറൊരുക്കാൻ മുട്ട കുറച്ച് സബോള വെറുവാകടയിൽ ഇതാക്കുന്നു. ഇത് പയറൊരുക്കാനായിട്ട് ഇത് മിക്സർ വെച്ചിട്ടുണ്ട്. വേറെ വേണ്ടി കുറച്ച് മഞ്ഞളും മുളക് പൊടി ഇട്ട്, മുട്ടയ്ക്ക് വേണ്ടി മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടു. വെന്തത് ചെറുപ്പാടും. ഇതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് തേങ്ങ ചേർന്നത്. മുട്ടയ്ക്ക് കുരുമുളക് പൊടി ചേർത്ത് പയറിനും ഗ്ലാസ് അരിപ്പൊടിയിൽ ഉപ്പും തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് അരിപ്പൊടി ഉപ്പിട്ടിട്ട് കുഴച്ചെടുക്കും. ചേർനാഴിലേക്ക് മാവ് കൊഴിക്കുന്നു. കുറച്ച് ലൂസാണ്. ഇത്
ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് തട്ടി ഈ പാനിലേക്ക് ദോശക്കല്ലിലേക്ക് നിരത്തി ഒഴിക്കും. ഇനി മൂടി വെച്ച് ഉപയോഗിക്കാം. ഇതൊരു ദോശക്കല്ലിൽ പാനിലിട്ട് ഒരടപ്പ് വെച്ച് നൂലപ്പം വെന്ത് കുറച്ചുകൂടെ വേദമുണ്ട്. ഒരപ്പം കൂടെ വെച്ച് മൂടി വെച്ച് മറിച്ചിട്ട് കുഴപ്പമില്ല. വെന്തിട്ടുണ്ട്. തീ കിടത്തി അപ്പം റെഡി. ഒരു പെറ്റിക്കോട്ടിന് അപ്പർ പാർട്ട് ഫ്രണ്ടില് ടോർ ഇവിടെ കീറിപ്പോയി. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഒരു ബ്രാ പെറ്റിക്കോട്ടായി ഫ്രണ്ടിൽ മടക്കി അടിച്ചിട്ട് അകത്തോടെ ഒരു പീസ് ഇലാസ്റ്റിക് വെച്ചു. ഫ്രണ്ട് ബ്രായാക്കി ബാക്കി അതുപോലെ തന്നെ വിത്തൗട്ട് ഇലാസ്റ്റിക്.